ലോറൻസ് വരുന്നില്ല. ഇത്തവണ ക്രിസ്മസ് സമ്മാനങ്ങൾ ഇല്ലാത്തതിന് മാപ്പ് ചോദിക്കുന്നു. സമാധാനകാലത്തെ സന്ദേശങ്ങളാണ് സമ്മാനങ്ങൾ. ഒരു കുട്ടി കൈകളിൽ ഉണ്ണിയേശുവിനെയും എടുത്ത് നടന്നു വരുന്നത് ഞാൻ കണ്ടു. ചോര പുരണ്ട കല്ലുകൾക്കിടയിൽ അവൾ യേശുവിനെ കിടത്തി. അടുത്ത ക്രിസ്മസിന് ജനാലചതുരത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഇരിക്കും. മറ്റൊരു വിധത്തിൽ ഞാൻ എങ്ങനെ മരുഭൂമിയെ പ്രണയിച്ചുവെന്ന് അപ്പോൾ നിങ്ങളോട് പറയും. നിങ്ങൾ ജീവിതത്തെ പ്രണയിക്കുന്നുവെങ്കിൽ തീർച്ചയായും സാറാ ജോസഫിന്റെ കഥകളെയും പ്രണയിക്കും. കാരണം പച്ചയായ ജീവിതത്തെ വാക്കുകളാക്കിയ അത്ഭുത പ്രവർത്തകയാണവർ. ഏതു മരമായാലും ഒരു മഴ പെയ്താൽ പിന്നെ നിറയെ തളിരും പൂവുമായിരിക്കും. അതുപോലെ മരണമായാലും കാത്തിരിപ്പായാലും ഈ പ്രിയ എഴുത്തുകാരിയുടെ ഒരു കഥയും നിങ്ങളെ ആഴത്തിൽ സ്പർശിക്കാതെ അവസാനിക്കുന്നില്ല. കറുപ്പ്, തൂങ്ങിക്കിടക്കുന്ന ജനൽ, മരുഭൂമിയിലെ ലോറൻസ്, ട്രെയിൻ തുടങ്ങി 11 കഥകൾ. ജീവിത സത്യങ്ങളോട് ഇത്രയേറെ ആത്മാർത്ഥത പുലർത്താൻ ഒരു എഴുത്തുകാരന് സാധിക്കുമോ എന്ന് ഓരോ കഥയും നമ്മെ അത്ഭുതപ്പെടുത്തും. പലപ്പോഴും സാറാ ജോസഫിന്റെ ചെറുകഥകൾ ചെറിയ ചെറിയ അത്ഭുത പ്രവർത്തനങ്ങളാണെന്ന് തോന്നിക്കാറുണ്ടെന്ന് NS മാധവൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. സാമ്പ്രദായിക ശരികളുടെ ഭൂരിപക്ഷത്തോട് നിസ്സഹായരായ മനുഷ്യർ നടത്തുന്ന പോരാട്ടമാണ് ഓരോ കഥയും. ലൂസിയെയും ആനിയെയും പോലെ ഈ കഥാപാത്രങ്ങളെയും നിങ്ങളിലെ വായനക്കാരന് മറക്കാനാകില്ല.